ഈ സാരി ഉടുക്കാൻ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വല്ല പാവാടയും ബ്ലൗസും ഇട്ടോളാന്ന്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ സാരി ഉടുക്കണം. ഓ, അവര് രാവിലെ തന്നെ തുടങ്ങി. എന്താ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഞാൻ പറയാ ഒന്നാമത് സുന്ദരി നീ സാരി കൂടെ കൊടുത്താൽ. ഓ എന്റെ സാറേ, ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാര്യം നല്ല അടി കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. പിള്ളേരെ അടിച്ചിട്ടൊന്നും കാര്യമില്ല പാപ്പ. അവർക്ക് നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ കാര്യങ്ങൾ മനസ്സിലാവും. മക്കളെ നമുക്കിന്ന് ഓണം ആഘോഷിക്കണ്ടേ? എന്ന് നിങ്ങൾ ഗെയിംസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വേഗം വാ. നമുക്ക് ഒരുമിച്ച് അത്തപ്പൂ ഇടണം, ഒരുമിച്ച് ഓണസദ്യ കഴിക്കണം. ഞങ്ങൾക്ക് ഓണസദ്യ ഒന്നും വേണ്ട. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പബ്ജി കളിക്കുക. ഞങ്ങൾ പിസ്സ വല്ല ഓർഡർ ചെയ്യാം. ഇത് എല്ലാ ദിവസവും പോലെ ഒരു ഡേ അല്ലേ? Why are you giving so much importance to this day? എല്ലാ ദിവസം പോലെ ഒരു ഡേ അല്ല അച്ഛത്. ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറെ ഓർമ്മകളുണ്ട്. അതെ, 10 ദിവസം നീണ്ടു നിൽക്കുന്ന അവധിക്കാലം. 10 ദിവസമോ? അതെ, ഈ 10 ദിവസം വീട്ടിലും നാട്ടിലും ഒക്കെ ഒരേ വേളം തന്നെ ആയിരിക്കും. മൊത്തത്തിൽ ഒരു അടിപൊളി ഓണം. അതെ അതെ, കസിൻസും ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് കുറച്ച് ദിവസങ്ങൾ. അന്നൊക്കെ ഞങ്ങൾ എന്നും രാവിലെ അത്തപ്പൂ ഇടുമായിരുന്നു. അതും നെയ്ബേഴ്സിന്റെ ഒക്കെ വീട്ടിൽ പോയി അവരാരും അറിയാതെ പൂക്കളൊക്കെ പിച്ചിക്കൊണ്ട് വരുന്നത്. അതൊക്കെ മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളാണ്. നാട്ടിലായിട്ട് നിങ്ങളെ രക്ഷപ്പെട്ടു. ഇവിടെ കാണാൻ നിങ്ങൾ നെയ്ബേഴ്സിന്റെ ഭൂ പറിക്കാൻ പോയായിരുന്നെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തോണ്ട് പോയേനെ. ആ, അത് ശരിയാ. പിന്നെ എന്നും വൈകിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കൂടുന്നതും അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. അതെല്ലാം ഞാൻ മിസ് ചെയ്യാറുണ്ട്. എടാ നീ മെയിൻ കാര്യം പറഞ്ഞല്ലോ. ഈ 10 ദിവസം വൈകിട്ട് നാട്ടുകാരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് കൂടി കുറെ ഗെയിംസ് കളിക്കുമായിരുന്നു. അതൊക്കെ എങ്ങനെ മറക്കാനാ പാപ്പ? അതല്ലേ മെയിൻ. അതിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. എന്തൊക്കെ കളികളായിരുന്നു! വടംവലി, ഉറിയടി, കണ്ണുകെട്ടി കലമടി. സുന്ദരിക്ക് പൊട്ടുതൊടൽ. അതെന്താ അച്ഛാ ഈ സുന്ദരിക്ക് പൊട്ടുതൊടൽ? അതൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു സ്റ്റാൻഡിൽ വെക്കും. പാർട്ടിസിപ്പൻസ് കണ്ണു കെട്ടിയിട്ട് ആ ഫോട്ടോയിൽ പൊട്ടു തൊടണം. ആരാണോ കറക്റ്റായിട്ട് നെറ്റിയിൽ പൊട്ടു തൊടുന്നത് അവര് ജയിക്കും. നിങ്ങളുടെ അച്ഛനായിരുന്നു ആ ഗെയിമിൽ ചാമ്പ്യൻ. എല്ലാ ഗെയിംസിലും ചാമ്പ്യൻ ആയിരുന്നല്ലോ. അങ്ങനല്ലേ നീ വീണത്? അമ്മ വീണു? അതെങ്ങനെ? അതും ഒരു കഥയാണ്. ഇതേ മനുഷ്യ വേണ്ടാട്ടോ. ഞങ്ങൾ ആ കഥ കേൾക്കാൻ റെഡിയാ. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കണ്ടേ? വേണ്ട. This seems to be interesting. എന്താ ഞാൻ പറയാം. പണ്ട് നിങ്ങളുടെ അമ്മ +2 പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവളുടെ ഒരു കസിന്റെ വീട്ടിൽ ഓണത്തിന്റെ അവധിക്ക് വന്നു. അവളുടെ കസിൻ അവളെ എന്നും ഓണത്തിന്റെ ഗെയിംസ് കളിക്കാൻ കൊണ്ടുവരുമായിരുന്നു. അവിടെ വെച്ച് അവൾ ഒരു സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഒരു സുന്ദരൻ. അന്നത്തെ അറിവില്ലായ്മ അല്ലാതെന്താ പറയാ. എന്നിട്ട് ഈ സുന്ദരനായ ചെറുപ്പക്കാരന്റെ ഗെയിംസ് ഒക്കെ കണ്ട് നിങ്ങളുടെ അമ്മ ഫുൾ ഇംപ്രസ് ആയി. അങ്ങനെ അവര് ഫ്രണ്ട്സായി, പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. പിന്നെ അവൾ എല്ലാ ഓണത്തിനും വരുമായിരുന്നു. അങ്ങനെ അവളിപ്പോ എന്റെ കെട്ടിയോളുമായി. അയ്യേ, അപ്പൊ അച്ഛനായിരുന്നു ആ സുന്ദരനായ ചെറുപ്പക്കാരൻ? അതൊക്കെ ഒരു കാലം. എന്തൊക്കെ പറഞ്ഞാലും ആ ദിവസങ്ങളൊക്കെ ഇനി തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. Now Onam sounds to be quite interesting. എനിക്കും സുന്ദരിക്ക് പൊട്ടുതൊടൽ കളിക്കണം. അമ്മ സുന്ദരി, ഞാനും മീനുവും അച്ഛനും കണ്ണു കെട്ടി വന്ന് പൊട്ടുതൊടാം. സൂപ്പർ. അച്ഛൻ ഇപ്പോഴും ആ ചാമ്പ്യൻ ആണെന്ന് നമുക്ക് നോക്കാം.
അവൻ പറഞ്ഞ എത്ര ശരിയാ. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്കെല്ലാം മനസ്സിലാവും. ഞാൻ പറഞ്ഞത് കേട്ട് വല്ലം പിള്ളേരെ അവൻ അടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ സന്തോഷം കാണാൻ പറ്റില്ലായിരുന്നു.